പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൽ 4 വർഷ ഡിഗ്രി ഈ വർഷം നടപ്പിലാക്കി. അതിന്റെ ആദ്യ സെമസ്റ്റർ പരീക്ഷ ഓരോ യൂണിവേഴ്സിറ്റികളിലും കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ഇന്ന് അവസാനിച്ചു. ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് ഈ 4 യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുടെ ഫലമാണ്. അപ്പോൾ എന്നാണ് പരീക്ഷാ ഫലം വരിക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പരീക്ഷ കഴിഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉദാഹരണം എടുത്താണ് പറയുന്നത്. ഇന്ന് പരീക്ഷ കഴിഞ്ഞു. ആ പരീക്ഷ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ അതാത് കോളേജിൽ തന്നെ വാല്യുവേഷൻ നടക്കാൻ പോവുകയാണ്. നാളെ മുതൽ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ അതിന്റെ വാല്യുവേഷൻ നടപടികൾ പൂർത്തീകരിച്ച് 10 ദിവസത്തിനുള്ളിൽ അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ദിവസം കഴിഞ്ഞ് ഡിസംബർ 22 മുമ്പായിട്ട് കേരളത്തിലെ കാലിക്കറ്റ്, അതുപോലെ തന്നെ MG, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ ആദ്യ 4 വർഷ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് കേരള സർക്കാർ അതാത് യൂണിവേഴ്സിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഡിസംബർ 22 മുമ്പ് ഏതൊരു ദിവസത്തിലും റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ 1-2 വിഷയങ്ങളുടെ പരീക്ഷ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതോടുകൂടി അവിടുത്തെയും വാല്യുവേഷൻ നടക്കുന്നതാണ്. ഈ 4 യൂണിവേഴ്സിറ്റികളിലും വാല്യുവേഷൻ നടക്കുന്നത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ വാല്യുവേഷൻ അതാത് കോളേജുകളിലാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഈ കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബാക്കി കാര്യങ്ങളുമായി അതാത് സമയങ്ങളിൽ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.